ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവസാനം നിർത്തിയത് ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജിയൽ എക്കണോമിക്സ് ആയിരുന്നു അല്ലേ. എക്കണോമിക്സും മാനേജിയൽ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്നുള്ളതാണ് നിർത്തിയത്. അതിന് മുമ്പ് നമ്മൾ എന്താണ് മാനേജിയൽ എക്കണോമിക്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു, സ്കോപ്പ് ഡിസ്കസ് ചെയ്തു. അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക്സിൻ്റെ തിയറീസും പ്രിൻസിപ്പിൾസൊക്കെ ബിസിനസ്സിലേക്ക് ഡെസിഷൻ മേക്കിങ്ങിനും മറ്റുള്ള പ്രോസസ്സിലേക്കും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതാണെന്ത് ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ശാഖയാണ് എന്ത് പറയുക, മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്ലൈയിങ് ഇക്കണോമിക് ടൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ടു ഫോർമുലേറ്റ് ഡെസിഷൻ മേക്കിംഗ് ഓഫ് ദി ബിസിനസ്സിൻ്റെ ഡെസിഷൻ മേക്കിങ്ങിലേക്ക് എന്ത് ചെയ്യുക, എക്കണോമിക്സിൻ്റെ തിയറീസും റൂൾസൊക്കെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞത് ടു അപ്ലൈ ഇക്കണോമിക് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ ടു സോൾവ് ബിസിനസ് പ്രോബ്ലം. ടു എംപ്ലോയ്, അതാണ് ബിസിനസ്സിൻ്റെ എന്താണ്, ടു അപ്ലൈ ഇക്കണോമിക് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ടു സോൾവ് ബിസിനസ് പ്രോബ്ലം. ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ. ബിസിനസ്സിൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഇക്കണോമിക്കിൻ്റെ കോൺസെപ്റ്റ് ഇതാക്കും. ടു എംപ്ലോയ് ദ മോസ്റ്റ് മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ടൂൾസ് ടു സോൾവ് ബിസിനസ് പ്രോബ്ലംസ്. ബിസിനസ്സിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയണം അല്ലേ. നമുക്ക് ഭാവിയിലേക്ക് സാധനത്തിന് എത്ര ഡിമാൻഡ് വരാനുണ്ടാകും. സോ നമുക്കിപ്പോൾ ഉള്ള റോ മെറ്റീരിയൽസ് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഈ ഒരു സമയത്തേക്ക് റോ മെറ്റീരിയൽസ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് സൂക്ഷിച്ച് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അത് എത്ര അളവിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര വെച്ചാലാണ് നമുക്ക് കേട് വരാതെ അല്ലെങ്കിൽ അത് നഷ്ടം വരാതെ രീതിയിലേക്ക് നമുക്ക് കിട്ടുക എന്നൊക്കെ മുൻകൂട്ടി കാണേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ നമ്മുടെ റോഡിൻ്റെ സൈഡുകളിലൊക്കെ ഇപ്പോൾ നല്ല ബിസിനസ്സാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങളൊരു സമയത്ത് ആലോചിച്ചാൽ മതി, വേനൽക്കാലമായാൽ ഒരു ചൂട് സമയത്തൊക്കെ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ കരിമ്പ് ജ്യൂസുകൾ, ഇഷ്ടംപോലെ മോരുകൾ വിൽക്കുന്ന ഇഷ്ടംപോലെ സർബത്ത് കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കടകളൊക്കെ ആ സമയത്തേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, പിന്നീടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്ത് ഇത്തരം സാധനങ്ങൾക്ക് ഒരു ഡിമാൻഡ് അവിടെ കാണുന്നുണ്ട് അല്ലേ. ചൂട് കാലമാകുമ്പോൾ മോരുവെള്ളത്തിന് മോരിന് ഒരു ഡിമാൻഡ് നമുക്ക് എന്ത് ചെയ്യുന്നു, കാണാൻ കഴിയുന്നു. ആ വെള്ളത്തിൻ്റെ ഡിമാൻഡ് അപ്പം സമയത്ത് ആളുകൾക്ക് ഭയങ്കരമായ ചൂടാണ്, ഭയങ്കരമായ ദാഹമാണ്. ഈ ദാഹത്തിൽ നിന്ന് എന്ത് ചെയ്യണം, വി ഷുഡ് ഹാവ് സം റിലാക്സേഷൻ അല്ലേ. റിലാക്സേഷൻ കിട്ടണം, അല്ലെങ്കിൽ ഈ തേഴ്സ്റ്റിൽ നിന്ന് റിലാക്സേഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട് ദേ ആർ ഡിപ്പെൻഡിങ് ദീസ് ടൈപ്സ് ഓഫ് ഐറ്റംസ്. അപ്പോൾ ഈ സാധനങ്ങൾക്ക് ആ സമയത്ത് ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിസംബർ സമയത്തൊക്കെ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ സംരംഭിക്കുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. കാരണം അവിടെ പ്രശ്നം വരാം, സാധനം ഇല്ല, കിട്ടാനില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാകും. അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും, വി ഷുഡ് ഹാവ് ടു ഫോർകാസ്റ്റ് അവർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് വി ഷുഡ് ബി റെഡി ടു സ്റ്റോർ ദീസ് ഐറ്റംസ്. അതാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ടു അലോക്കേറ്റ് ദ സ്കേഴ്സ് റിസോഴ്സസ് ഇൻ ദി ഒപ്റ്റിമൽ മാനർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഒപ്റ്റിമൽ മാനറിലാണ് സ്കേഴ്സ് റിസോഴ്സുകളെ ഉപയോഗിക്കേണ്ടത്. വി ഷുഡ് നോട്ട് യൂസ് മാക്സിമം മാനറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പാലക്കാട് ഉണ്ടായിരുന്നൊരു കമ്പനിയായിരുന്നു, പാലക്കാട് പ്ലാച്ചിമടയിലുണ്ടായിരുന്ന കൊക്കക്കോള കമ്പനി. നാട്ടുകാർ സമരം ചെയ്ത് പൂട്ടിച്ചു. എന്താ പൂട്ടാൻ കാരണം, അവർക്കുള്ള കുടിവെള്ളം നഷ്ടപ്പെടും. ഈ പ്ലാച്ചിമട കൊക്കക്കോള കമ്പനി എന്ത് ചെയ്തു, ഭൂമിയുടെ ഏറ്റവും അടിയിൽ നിന്ന് വരെ വെള്ളം വലിച്ചെടുക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, വെള്ളത്തിന് ക്ഷാമം വരാൻ തുടങ്ങി. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോസ്റ്റ് സ്കേഴ്സ് റിസോഴ്സ് ആണ് അല്ലേ. നമ്മളെ ഭൂമിയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും സ്കേഴ്സ് റിസോഴ്സുകൾ ഒന്നാണത് വാട്ടർ എന്നുള്ളത്, വെള്ളം എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ വീടുകളിൽ തന്നെ ഒരു 10 വർഷം മുമ്പ് വരെ വി ഷുഡ് നോട്ട് ബോതേഡ് അബൌട്ട് ദി എന്താ പറയുക, നമ്മളെ വെള്ളത്തിനെ കുറിച്ച് നമുക്കൊരു ബോധേഡും ഇല്ലായിരുന്നു അല്ലേ. ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. വേനൽക്കാലമായ വെള്ളത്തിൻ്റെ ആ ഒരു ഉയർപ്പിൽ നിന്ന് താഴേക്ക് പോകും എന്നല്ലാതെ വറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഡേയ്സ് ഇറ്റ് ഈസ് അല്ലേ, അങ്ങനെയാണോ? ഇന്ന് മൊത്തം എന്താണ്, കിണറൊക്കെ വറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ ശുദ്ധജലത്തിൻ്റെ അളവ് ഓരോ
വർഷം എന്താണ് ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കൃഷി ചെയ്യാനും ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്, മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുടിക്കാനും കുളിക്കാനും അലക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും റിഫ്രഷ്മെൻറ്റ് അല്ലേ, ബാത്റൂം മറ്റുള്ള ഫെസിലിറ്റീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വെള്ളം ഉപയോഗിക്കുന്നു. ഒരേ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ വെള്ളത്തെ ഇപ്പോൾ ഒരു കൃഷി നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്കേഴ്സ് റിസോഴ്സാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം എന്നുള്ളത്. ഇതിന് അയാൾ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ അയാൾ തീരുമാനിക്കണത് ഞാൻ നനയ്ക്കാനായിട്ട് വെള്ളം ഉപയോഗിക്കുന്നില്ല, ഞാൻ എൻ്റെ കുളിമുറിയിൽ നിന്ന് കുളിക്കുന്ന വെള്ളം, എൻ്റെ അടുക്കളയിൽ നിന്ന് നമ്മൾ പാത്രം കഴുകുമ്പോൾ വേസ്റ്റ് വരുന്ന വെള്ളങ്ങളൊക്കെ ഞാനതൊരു ചാല് കീറിയിട്ട് ഞാൻ എൻ്റെ കൃഷിയിടത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു, നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എനിക്ക് എന്ത് ചെയ്യുന്നു, ലാഭമായിട്ട് ലഭിക്കുന്നു. രണ്ട് ഉപയോഗം നടക്കുകയാണ് അല്ലേ. അതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇയാളെ പാത്രം കഴുകലും കഴിഞ്ഞു, കുളിക്കലും കഴിഞ്ഞു, അതോടൊപ്പം എന്ത് ചെയ്യുന്നു, ആ വെള്ളം അയാളുടെ കൃഷിയിടത്തിലേക്കുള്ള ഒരു നനവായിക്കൊണ്ട് അവിടേക്കും എത്തുന്നു. ഇങ്ങനെ നമ്മളെ റിസോഴ്സുകളെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ചെയ്യുവാൻ നമുക്ക് എന്ത് ചെയ്യുന്നു, എങ്ങനെ അലോക്കേഷൻ ചെയ്യണം അത് പഠിപ്പിക്കാൻ എന്താണ് മാനേജ് എക്കണോമിക്സ് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അതാ പറഞ്ഞിട്ട് ടു അലോക്കേറ്റ് ദ സ്കേഴ്സ് റിസോഴ്സസ് ഇൻ ദി ഒപ്റ്റിമൽ മാനർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്റ്റിമൽ മാനറിലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, നോട്ട് ഇൻ ദി മാക്സിമം മാനർ. മാക്സിമം മാനറിൽ അല്ല ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, ടു മേക്ക് ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഒരു സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ള മൊത്തത്തിലുള്ള വികസനത്തിന് എന്ത് ചെയ്യുന്നു, ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ടു മിനിമൈസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. റിസ്ക് കുറക്കാനും അൺസർട്ടനിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ബിസിനസ് സംബന്ധിച്ചിടത്തോളം എന്താണ് അല്ലേ, നമ്മളിങ്ങനെയൊക്കെ മുൻകൂട്ടി കണ്ട് കാര്യങ്ങളൊക്കെ നീക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യുന്നു, റിസ്ക് കുറയാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ടു ഹെൽപ്പ് ഇൻ ഡിമാൻഡ് ആൻഡ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് മുൻകൂട്ടി കാണാൻ, സെയിൽസ് ഫോർകാസ്റ്റിങ്ങിനൊക്കെ നിന്ന് മാനേജർ എക്കണോമിക്സ് അത് മുൻകൂട്ടി കാണാൻ, അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരിക എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മാനേജർ എക്കണോമിക്സ് സഹായിക്കുന്നു. ടു ഹെൽപ്പ് ഇൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലേ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് ടു ഹെൽപ്പ് ഫോർമുലേറ്റിംഗ് ബിസിനസ് പോളിസീസ്. ബിസിനസ്സിൻ്റെ പോളിസീസ് എന്ത് ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്യാൻ, ഉണ്ടാക്കുവാൻ, നയങ്ങൾ ഉണ്ടാക്കാനും രൂപീകരിക്കാനൊക്കെ എന്ത് ചെയ്യുന്നു, മാനേജർ എക്കണോമിക്സ് സഹായിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, ടു ഹെൽപ്പ് മാക്സിമൈസ് പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കാൻ എന്ത് സഹായിക്കും. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജർ എക്കണോമിക്സ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, യൂസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജർ എക്കണോമിക്സ്. എന്തിലൂടെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക മാനേജർ എക്കണോമിക്സ്. സെയിം തന്നെയാണ്, നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മാനേജർ ഡെസിഷൻ. മാനേജർ ഡെസിഷൻസിന് ആവശ്യമായിട്ടുള്ള ടൂൾസുകൾ ടെക്നിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, അത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, മാനേജർ എക്കണോമിക്സ്. തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് തീരുമാനത്തിനൊക്കെ ആവശ്യമായിട്ട് ഇപ്പോൾ നാഷണൽ ഇൻകം കണക്കാക്കണം. ആ നാഷണൽ ഇൻകം കണക്കാക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ഓരോ സ്റ്റെപ്പ് ഇതാണ്, ഇത് കാര്യങ്ങൾ കൂട്ടണം, അത് കൂട്ടണം, ഇത് കുറക്കണം, ഈ കാര്യങ്ങൾ ഇതാക്കണം എന്നൊക്കെ കൃത്യമായിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം മാനേജർ എക്കണോമിക്സ് ആണ്. ഇറ്റ് ഗിവ്സ് ആൻസേഴ്സ് ടു ദ പ്രോബ്ലംസ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്. ബിസിനസ് മാനേജ്മെൻറ്റിൽ വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നത്, പരിഹാരം കൊടുക്കുന്നത്, ആവശ്യമായിട്ടുള്ള ഇതൊക്കെ കൊടുക്കുന്നത് ആരാണ്, ഈ പറയുന്ന മാനേജർ എക്കണോമിക്സ് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു എസ്റ്റിമേറ്റിംഗ് വാരിയസ് ഇക്കണോമിക് വേരിയബിൾസ്. വ്യത്യസ്തമായിട്ടുള്ള ഇക്കണോമിക് വേരിയബിൾസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ് ടൂൾസ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് പ്ലാനിങ്. ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനും പ്രോഫിറ്റ് പ്ലാനിങ്ങിനും എന്ത് ചെയ്യുന്നു, അതിനാവശ്യമായിട്ടുള്ള ടൂൾ പ്രൊവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ടൂൾസ് അല്ലേ. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഭാവിയിലേക്ക് എത്ര ഡിമാൻഡ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാനും ഇത്ര ലാഭം നമുക്ക് ഉണ്ടാക്കാം, പ്രതീക്ഷിക്കാം, ഈ ലാഭം എങ്ങനെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുക എന്നൊക്കെ എന്ത് ചെയ്യുന്നു, അതിനാവശ്യമായ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. ബിസിനസ് പോളിസീസിൻ്റെ ഫോർമുലേഷൻസ് എന്ത് ചെയ്യുന്നു, ഫോർമുലേഷൻ ചെയ്യാൻ സഹായിക്കുന്നു. നയങ്ങൾ രൂപീകരിക്കാൻ, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാൻ എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് വേണ്ടത്, ഈ സമയത്ത് നമുക്ക് എത്ര മാക്സിമം, ഇപ്പോൾ ഒരു സമയത്ത് നമ്മൾ മുൻകൂട്ടി കാണുകയാണ്, ഈ സമയത്ത് നമുക്ക് ഇത്ര ഡിമാൻഡ് ഉണ്ടാവുള്ളൂ, അപ്പോൾ എത്ര നമുക്ക് ഇപ്പോൾ സാധനത്തിൽ ഇത്രയേ ഉള്ളൂ, ആ പ്രൊഡക്ഷൻ ഇത്ര ഉണ്ടാക്കിയാൽ മതി, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നഷ്ടത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, മഴക്കാലത്ത് ഇപ്പോൾ മഴയുടെ സമയത്ത് റെയിൻകോട്ട് ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മഴയുടെ സമയത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുക ആ സാധനത്തിന്. അല്ലാത്ത സമയത്ത് ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിപ്പോയാൽ ഉണ്ട് എന്നല്ലാതെ മഴക്കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് വളരെ കൂടുന്നു. അപ്പോൾ ആ സമയത്തേക്ക് മാക്സിമം ഉണ്ടാക്കേണ്ടി വരും, പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും, ഈ സമയത്ത് കുറയ്ക്കേണ്ടി വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, കാര്യങ്ങൾ തീരുമാനിക്കുന്നില്ല. ഇറ്റ് ഹെൽപ്സ്
ഇൻ ഡിസൈഡിങ് ഒപ്റ്റിമം ക്വാണ്ടിറ്റീസ് ഓഫ് ഔട്ട്പുട്ട് പ്രൈസ് എക്സെട്ര. മാക്സിമം എന്ത് ചെയ്യുന്നു, ഒപ്റ്റിമം ക്വാണ്ടിറ്റീസിൽ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ഇറ്റ് ഓഫേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ്. എന്ത് ചെയ്യുന്നു, ഒരു വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ് രൂപീകരിക്കാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇറ്റ് അസിസ്റ്റ് ടു ഐഡൻറ്റിഫൈ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ബിസിനസ്സിനെ ബാധിക്കുന്ന പുറത്തുനിന്നുള്ളതും അകത്തുനിന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വാധീനിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം, റിലേഷൻഷിപ്പ് ഓഫ് മാനേജിയൽ എക്കണോമിക്സ് വിത്ത് അതർ സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടും മാനേജിയൽ എക്കണോമിക്സിനുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിക്കാം, എന്താണ് മാനേജിയൽ എക്കണോമിക്സ്. മാനേജിയൽ എക്കണോമിക്സിന് എല്ലാ ബിസിനസ്സിനും എല്ലാ ശാഖകളുമായിട്ടും ബന്ധമുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ മാനേജിയൽ എക്കണോമിക്സിൻ്റെ തിയറീസും കോൺസെപ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് മെയിനായിട്ട്. അപ്പോൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റുകളാണ് മൈക്രോയും മാക്രോയും എന്നുള്ളത്. അല്ലെ, എക്കണോമിക്സിന് 2 ശാഖകളാണ്, ബ്രാഞ്ചാണ്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഈ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ മാക്രോ എക്കണോമിക്സ് എന്നുള്ള അഗ്രിഗേറ്റ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് ഇപ്പോൾ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കണക്കാക്കുക എന്ന് പറയുന്ന പോലെ ഉള്ള ഫാക്ടേഴ്സിലാണ്. അപ്പോൾ എക്കണോമിക്സ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് മാനേജർ എക്കണോമിക്സും വരുന്നത്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും വരുന്നത്, 2 കോൺസെപ്റ്റുകളും വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയല്ലോ, ഒരു ജ്യേഷ്ഠാനുജ റിലേഷൻ പോലെയാണ് ഇത് നമ്മളുടെ റിലേഷൻ, ഒരു ബ്രദർഹുഡ് റിലേഷൻ പോലെയാണ് ഇക്കാര്യം. കാരണം ഇതിന് രണ്ടും ഇല്ലാതെ ഒരിക്കലും എന്തിനാ മാനേജർ എക്കണോമിക്സ് നിലനിൽപ്പില്ല. മാനേജർ എക്കണോമിക്സിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ മതി. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ഓഫ് മാനേജർ എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആൽഫ്രഡ് മാർഷൽ ഒരിക്കലും പറഞ്ഞിട്ടാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ദ സ്ട്രോസ് ഔട്ട് ഓഫ് വിച്ച് ഐ ലൈക്ക് എനി അതർ എക്കണോമിസ്റ്റ് ഹാവ് ടു മേക്ക് ബ്രിക്സ് എന്നാണ്. നമ്മുടെ ഒരു റോ പോലെയാണ് എന്തായിട്ട് ഇതാക്കുന്നത്. ഇമ്പോർട്ടൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് ഓർ മാനേജ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് വലിയ റിലേഷനുള്ള ബന്ധമാണുള്ളത്. എക്കണോമിക്സിൻ്റെ തിയറീസും എക്കണോമിക്സിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ഇക്വേഷൻസും അത് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം എന്താണ്, ന്യൂമറിക്കൽ ടേംസ് അതിലിട്ട് വരുന്നു, സംഖ്യാപരമായിട്ടുള്ള മാക്സുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ. ഇപ്പോൾ ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, പ്രൊബബിലിറ്റി, ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻസ് ആണ്. ഇപ്പോൾ ട്രെൻഡ് പ്രൊജക്ഷൻ എന്തൊക്കെയാണ്, ഫോർകാസ്റ്റ് ചെയ്യുന്നു, ഭാവിയിലേക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നു, റിഗ്രഷൻ, കോറിലേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, കോറിലേഷൻ അല്ലേ, ഇതും അത് തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ ബന്ധത്തിനനുസരിച്ചേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡിമാൻഡ് കണക്കാക്കാൻ പറ്റുക ചിലപ്പോൾ. മനസ്സിലായോ, കോറിലേഷൻ. ഇപ്പം മഴ കൂടുന്ന സമയത്ത് റെയിൻകോട്ടുകളുടെ ബിസിനസ് കൂടുന്നു എന്ന് പറയുമ്പോൾ ദർ ഹാവ് എ പോസിറ്റീവ് റിലേഷൻ വിത്ത് ദീസ് 2 ഫാക്ടേഴ്സ്. മഴയും റെയിൻകോട്ടും തമ്മിൽ എന്തുണ്ട്, അവിടെ റിലേഷൻ ഉണ്ടല്ലോ, പോസിറ്റീവ് റിലേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ വേനൽക്കാലമാകുമ്പോൾ വെള്ളത്തിൻ്റെ ബിസിനസ്സൊക്കെ കൂടുന്നു, മഴക്കാലമാകുമ്പോൾ വെള്ളത്തിൻ്റെ ബിസിനസ് കുറയുന്നു. അപ്പോൾ മഴയും വെള്ളവും തമ്മിൽ എന്താണ്, ഒരു നെഗറ്റീവ് റിലേഷനാണ് അവിടെ കാണുന്നത്. മഴയും അല്ലെങ്കിൽ വേനലും വെള്ളവും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോസിറ്റീവ്. വേനൽ കൂടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യകതയും കൂടുന്നു എന്ന് പറയുന്ന സമയത്ത് രണ്ടും കൂടുകയാണ് അല്ലേ, വേനൽ ഉയരുന്നു വെള്ളവും കൂടുന്നു. ദാറ്റ് മീൻസ് ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ റിലേഷൻ മേക്കിംഗ്. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടേംസാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടേംസാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു റിലേഷൻ നമുക്ക് കാണാൻ പറ്റും. ദെൻ റിലേഷൻഷിപ്പ് ഓഫ് മാനേജിയൽ എക്കണോമിക്സ് വിത്ത് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഒരു ഇതിൽ പറയുന്നില്ല, മാത്തമാറ്റിക്സ് ആണ് ഭൂഗോളത്തിൻ്റെ സ്പന്ദനം തന്നെ മാത്തമാറ്റിക്സിലാണ്. മാത്തമാറ്റിക്സ് ഒഴിവാക്കിയിട്ട് നമുക്കൊരു കളിയും കാര്യങ്ങളും ഇല്ല. നാഷണൽ ഇൻകം കണക്കാക്കണമെന്ന് പറയുന്ന സമയത്ത് നാഷണൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷനിൽ വരുന്ന ഫിഗേഴ്സ് തന്നെ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. എങ്ങനെ വേണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ആദ്യം ഇന്ന കാര്യങ്ങൾ കൂട്ടണം, പിന്നെ ഇന്ന ഫിഗേഴ്സ് കൂട്ടണം, നമ്മൾ കണക്കാക്കുന്നു. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അതിൽ വരുന്ന ഒരുപാട് ഇക്വേഷൻസ് കാര്യങ്ങൾ, ഇതൊക്കെ മാത്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ മാനേജർ എക്കണോമിക്സ് ഹാവ് എ ഡീപ്പ് റിലേഷൻ വിത്ത് ദി മാത്തമാറ്റിക്സുമായിട്ട് എന്തുണ്ട്, ഡീപ്പ് റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതിലുപയോഗിക്കുന്ന ഡയഗ്രാംസ്, സിംബൽസ്, നമ്പേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ്, മാത്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദെൻ റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് ഓപ്പറേഷൻസ് റിസർച്ച്.
എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ? ഓപ്പറേഷൻ റിസർച്ച് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഇൻ സോൾവിങ് ബിസിനസ് പ്രോബ്ലംസ്. ബിസിനസ്സിലുള്ള പ്രശ്നം അതാണ് ഓപ്പറേഷൻ റിസർച്ച്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ നിത്യേനയുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളൊക്കെ എന്ത് ഉപയോഗിക്കുക. ഇറ്റ് ഡീൽസ് വിത്ത് ദി കൺസ്ട്രക്ഷൻ ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്. സോ operational research is helpful in business firms in studying the interrelationship and relative efficiencies of various business aspects like sales, production, etc. എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ കൃത്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യാൻ, പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ലാസ്റ്റ് പോയിന്റ്, റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഡാറ്റ റിഗാർഡിംഗ് ഓപ്പറേഷൻ ഫംഗ്ഷൻ ഓഫ് ദി ഫേം. അക്കൗണ്ടിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷനും ഫംഗ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫിഗേഴ്സ് കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻറ്റ് ലാംഗ്വേജ് ഓഫ് ദി ബിസിനസ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. നമ്മളൊരാൾ ചോദിക്കണം, എന്താണ് നിങ്ങളെ ബാലൻസ് ഷീറ്റ് കാണിച്ചാൽ ഞങ്ങൾ നോക്കട്ടെ, എന്നാൽ ലാഭമാണോ നഷ്ടമാണോ. ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഡാറ്റാസാണ്. ഈ അക്കൗണ്ടിങ് ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും മറ്റുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, എക്കണോമിക്സിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് റൈറ്റ് ഇൻഫർമേഷൻ ടു ടേക്ക് റൈറ്റ് ഡിസിഷൻ. അക്കൗണ്ടിങ് ആണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ സത്യം കമ്പ്യൂട്ടേഴ്സ് അതല്ല കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പഠിക്കണം. ആ കമ്പ്യൂട്ടേഴ്സിൻ്റെ കണക്കിൽ ഒരുപാട് കാര്യങ്ങൾ വല്ലാതെ പെരുപ്പിച്ച് കാണിച്ച് ലാഭം കാണിച്ച ഒരു കമ്പനിയായിരുന്നു. പിന്നീട് നഷ്ടത്തിലേക്ക് എത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഡാറ്റാസ് ഫെയിലിയർ ആയിരുന്നു. അത് ഫെയിലിയർ ആയിട്ടുള്ള ഡിസിഷൻസ് എന്ത് ചെയ്തു, എടുത്തു എന്നുള്ളതാണ് കാരണമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇതിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു ഭാഗം കൂടി നമുക്ക് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഡിസിഷൻ മേക്കിംഗ് ഫോർവേഡ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്ത് കേൾക്കുക. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം. ഇപ്പോൾ ഒരു ക്ലാസ് ഒരു പ്രാവശ്യം കേട്ട് ഓടിച്ച് കേൾക്കുക എന്നല്ല, അത് സാവധാനം കേട്ട് വീണ്ടും ഇങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 2, 3, 4, 5 പ്രാവശ്യമൊക്കെ കേൾക്കാൻ സമയം ഉണ്ടാകും. ചെറിയ ഭാഗങ്ങളായിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് മുക്കാൽ മണിക്കൂറും അരമണിക്കൂറൊന്നും എടുക്കാത്തത് നിങ്ങൾ കേൾക്കുന്ന ക്ലാസ് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എക്കണോമിക്സും അതുപോലെ തന്നെ മാനേജ് എക്കണോമിക്സും മറ്റുള്ള സബ്ജക്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ് എക്കണോമിക്സ്, എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ് എക്കണോമിക്സ് എന്നാണ് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.